Okay, next question. Write the general term in the expansion of x square minus yx the whole raised to 12 where x not equal to 0. അപ്പോൾ ഈ ടേമിൽ അതിൻ്റെ ജനറൽ ടേം എഴുതാനാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല, ജനറൽ ടേം എഴുതുക എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളെ സാധാരണ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം എന്താണ്? ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ഇതാണല്ലോ ജനറൽ ടേം, ശരിയല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ എക്സ് ദ ഹോൾ റേസ് ടു 12 എന്നാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്നിന്റെ വാല്യൂ ഇവിടെ എന്താ? എന്നിന്റെ വാല്യൂ 12 ആണ്. എന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ്, ബിന്റെ സ്ഥാനത്ത് വൈ എക്സ് ആണ്, ബിന്റെ സ്ഥാനത്ത് മൈനസ് വൈ എക്സ് ആണ്. ശരിയല്ലേ? ശരിയല്ലേ മക്കളെ? അല്ലേ? അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്നിന്റെ വാല്യൂ 12, അപ്പൊ 12 സി ആർ. എന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ, അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് ആർ, 12 മൈനസ് ആർ. ക്ലിയർ? ഇനി ബിന്റെ സ്ഥാനത്ത് മൈനസ് വൈ എക്സ് ഇൻറ്റു റേസ് ടു ആർ, ആർ ആർ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, 12 സി ആർ. ഇനി എക്സ് റേസ് ടു എ റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എ ഇൻറ്റു ബി എന്നല്ലേ? എക്സ് റേസ് ടു എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എ ഇൻറ്റു ബി എന്നല്ലേ? അപ്പൊ ഇവിടെ അതേപോലെ എന്താ വരിക? ഇവിടെ അതേപോലെ എന്താ വരിക? 2 ഇൻറ്റു 12 മൈനസ് ആർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് കേട്ടോ. മൈനസ് വൈ എക്സിന് പകരം -1 ഇൻറ്റു വൈ ഇൻറ്റു എക്സ് റേസ് ടു ആർ എന്ന് എഴുതാണ് കേട്ടോ. മൈനസ് വൈ എക്സിനെ -1 ഇൻറ്റു വൈ ഇൻറ്റു എക്സ് റേസ് ടു ആർ എന്ന് എഴുതാണ്. ദാറ്റ് ഈസ് 12 സി ആർ എക്സ് റേസ് ടു 2 ഇൻറ്റു 12 24 മൈനസ് 2 ഇൻറ്റു ആർ മൈനസ് 2r. ക്ലിയർ? ഇതിനെ എല്ലാത്തിനെയും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. -1 റേസ് ടു ആർ, വൈ റേസ് ടു ആർ, എക്സ് റേസ് ടു ആർ എന്ന് എഴുതാണ്. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ -1 റേസ് ടു ആറിനെ ഞാൻ ഈ തുടക്കത്തിൽ എഴുതാണ്. കാരണം മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിലല്ലേ ടേം വരിക? -1 റേസ് ടു ആർ ഇൻറ്റു 12 സി ആർ. കാരണം തുടക്കത്തിൽ എഴുതാൻ കാരണം എന്താ? നമ്മൾ ഈ നെഗറ്റീവ് വാല്യൂ മൈനസിലല്ലേ എഴുതുക, പ്ലസും മൈനസും നമ്മൾ തുടക്കത്തിലല്ലേ എഴുതുക. അപ്പൊ ഈ ആറിന്റെ വാല്യൂവിന്റെ ഡിപ്പെൻസ് ആണ് ഇവിടെ. ആറിന്റെ വാല്യൂ ഈവൺ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഓഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇവിടെയും ഒരു എക്സിന്റെ വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു എക്സിന്റെ വാല്യൂ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ എക്സ് റേസ് ടു 24 മൈനസ് 2r, ഇവിടെ ഉള്ളത് പ്ലസ് ആർ അല്ലെ? എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എ പ്ലസ് ബി എന്നല്ലേ? അല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ ഒരു പവറിലൊരു ടേം ഉണ്ട്, ഇവിടെ ഒരു പവറിലൊരു ടേം ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതാം. ഇൻറ്റു വൈ റേസ് ടു ആർ എന്ന് വരും. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 റേസ് ടു ആർ ഇൻറ്റു 12 സി ആർ എക്സ് റേസ് ടു 24 മൈനസ് 2r പ്ലസ് ആർ മൈനസ് 2r പ്ലസ് ആർ. ദാറ്റ് ഈസ് 24 മൈനസ് ആർ എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഇൻറ്റു വൈ റേസ് ടു ആർ. അപ്പൊ ഇതാണ് ജനറൽ ടേം ആയിട്ടുള്ള ടി ആർ പ്ലസ് 1 എന്ന് പറയുന്ന ജനറൽ ടേം ഇതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു -1 റേസ് ടു ആർ ഇൻറ്റു 12 സി ആർ എക്സ് റേസ് ടു 24 മൈനസ് ആർ ഇൻറ്റു വൈ റേസ് ടു ആർ. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. മനസ്സിലായ? അല്ല മനസ്സിലായ? ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോർത്ത് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 2y ഓൾ റേസ് ടു 12. ഇതിനകത്തുള്ള ഈ എക്സ്പാൻഷനിലെ ഫോർത്ത് ടേം കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ഫോർത്ത് ടേം കണ്ടുപിടിക്കുക, നമ്മൾ ആദ്യം ജനറൽ ടേം എഴുതാം. ജനറൽ ടേമിന്റെ ഇക്വേഷൻ എന്താ? ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ശരിയല്ലേ? ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാ? 12 അല്ലേ? 12 സി ആർ. എന്റെ സ്ഥാനത്ത് എക്സ് അല്ലേ? എക്സ് റേസ് ടു 12 മൈനസ് ആർ. ബിന്റെ സ്ഥാനത്ത് -2y അല്ലേ? അപ്പൊ -2y റേസ് ടു 12. ക്ലിയർ? ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് സോറി 12 അല്ല -2y റേസ് ടു ആർ -2y റേസ് ടു ആർ. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു
12CR into x raised to 12 minus R minus 2 raised to R into y raised to R എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് 2 raised to R ഞാൻ തുടക്കത്തിൽ കൊണ്ടുവരാം കേട്ടോ. അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? മൈനസ് 1 raised to R ഇൻറ്റു 2 raised to R എന്ന് എഴുതാം. എഴുതിക്കൂടെ? മൈനസ് 2 raised to Rനെ, അതായത് മൈനസ് 2നെ മൈനസ് 1 ഇൻറ്റു 2 എന്ന് എഴുതാം. അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മൈനസ് 1 raised to R ഇൻറ്റു 2 raised to R എന്ന് എഴുതാം. ക്ലിയർ? ഇൻറ്റു 12CR എക്സ് റേസ് ടു 12 മൈനസ് ആർ വൈ റേസ് ടു ആർ. ഇതാണ് ഇതിന്റെ ജനറൽ ടേം എന്ന് പറയുന്നത് TR+1. ക്ലിയർ? ഇനി നമുക്ക് എത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ T4 കണ്ടുപിടിക്കണമെങ്കിൽ ഇത് T4, അത് R+1 ആണ്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് കുറച്ച് ഈ 4 ഒന്ന് കുറച്ചാൽ 3 മടങ്ങ് കൊടുത്താൽ മതി. 6ന് പകരം 3 ആണ് കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? മൈനസ് 1 raised to 3 2 ക്യൂബ് 12C3 x raised to 12 minus 3 y raised to 3. ഇതാണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് മൈനസ് 1 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ് അല്ലെ? അപ്പൊ മൈനസ് അവിടെ വരും. 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8 ഇൻറ്റു 12C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ക്ലിയർ അല്ലേ? ഇൻറ്റു x raised to 12 minus 3, that is x raised to 9 into y cube. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 2 into 3 6 അല്ലേ? 6 12 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 എന്ന് വരും. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കാം. that is 8 into 2 into 11 into 10, that is -1760 എന്ന് വരും. x raised to 9 into y cube, that is the fourth term. T4 ന്റെ വാല്യൂ എന്ന് പറയുന്നത് T4 will be -1760 into x raised to 9 into y cube. അതായിരിക്കും നാലാമത്തെ ടേം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ കാര്യം? നാലാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1760 x raised to 9 into y cube. ഓക്കെ, ഇതിനകത്തുള്ള പ്രോബ്ലംസ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? a+b the whole raised to n ന്റെ എക്സ്പാൻഷൻ എല്ലാവരും പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ല ഇപ്പോൾ അത്. പിന്നെ മിഡിൽ ടേം, ജനറൽ ടേമിനുള്ള ഇക്വേഷൻ എന്താ അറിയാലോ? മിഡിൽ ടേം എന്താണ്, അതേപോലെ മിഡിൽ ടേം എന്താണ്, അത് n ഓഡ് ആയാലും n ഈവൺ ആയാലും എന്താണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ബാക്കി ഇതേപോലെ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അവിടെയാണ് നമ്മളിത് തെറ്റുക. പഠിക്കാനും കൂടുതലൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ സ്കില്ലാണ്. നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലാണിത്. അത് നമുക്ക് ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പായിട്ട് വരും. ഓക്കെ, അപ്പോൾ പലർക്കും ഇതായിരിക്കും പ്രശ്നം. നമുക്കിതാ ഇക്വേഷൻ അത്രയേ ഉള്ളൂ, പഠിക്കാൻ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ബാക്കി ഇങ്ങനെ കുറേ ചെയ്തു നോക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ 13th ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 9x minus 1/3 root x the whole raised to 18 where x not equal to 0. ശ്രദ്ധിക്കട്ടാ, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ പഠിച്ചപ്പോഴേ ക്വസ്റ്റ്യൻ ഒക്കെ തല തിരിഞ്ഞും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടായിരിക്കും ചോദിക്കുക അല്ലേ? പക്ഷെ ഇതിനകത്തൊന്നും ക്വസ്റ്റ്യന് മനസ്സിലാവാത്ത ഒരു പ്രശ്നമില്ല. നമ്മളിത് അതേപോലെ ഇത് ഇക്വേഷനും സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് സോൾവ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, എക്സ് വരുന്നു, റൂട്ട് എക്സ് വരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റൂട്ട് എക്സ് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കട്ടാ, ജനറൽ ടേമിനുള്ള ഇക്വേഷൻ എന്താ? TR+1 is equal to, ശ്രദ്ധിക്കട്ടാ, TR+1 is equal to NCR A raised to n minus R B raised to R. അപ്പോൾ ഇവിടെ TR+1 is equal to n-ന്റെ വാല്യൂ എന്താണ്? 18. അപ്പോൾ 18CR. ഇനി എന്റെ സ്ഥാനത്ത് എന്താണ്? 9x ആണ്. അപ്പോൾ 9x raised to 18 minus R. ഇനി ബിന്റെ സ്ഥാനത്ത് എന്താണ്? -1 divided by 3 root x ആണ്. അത്രയും raised to R. ക്ലിയർ അല്ലേ? അപ്പൊ TR+1 is equal to, ഈക്വേഷൻ എങ്ങനെ എഴുതാം? ഇത് -1 raised to R നമ്മൾ തുടക്കത്തിൽ എഴുതാം. -1 raised to R 18C root 3x അല്ലേ? 3 root x അല്ലേ? 18CR. ഓക്കെ, ഇനി 9x raised to 18 minus R, 18 minus R. അതേപോലെ 1/3 root x raised to R. ഇതാണ് നമ്മുടെ ജനറൽ ടേം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എത്രാമത്തെ ടേം കണ്ടുപിടിക്കണ്ടേ? ശ്രദ്ധിക്കട്ടോ, 13ാമത്തെ ടേം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ T13 എന്ന് പറയുമ്പോൾ ഇവിടെ ആറിന് എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ഇതിൽ നിന്ന് ഒന്ന് കുറച്ചതാണ്, അതായത് 12 വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പൊ -1^12 18C12 9x^18 - 12 1/3√x⁻r that is 12. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതൊന്നും നമ്മൾ സിംപ്ലിഫൈ ചെയ്യണമെന്നേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടോ, -1^12 എന്ന് പറയുമ്പോൾ -1ന്റെ പവറിൽ ഈവൺ നമ്പർ അല്ലേ, അപ്പൊ അത് പോസിറ്റീവ് വാല്യൂ അല്ലേ വരുള്ളൂ, അപ്പൊ പ്ലസ് ആണ്. ഇനി 18C12 നമുക്ക് that is T13 is equal to 18C12 നമുക്ക് 18 - 12 that is 18C6 എന്ന് എഴുതാലോ അല്ലെ. 18 12 പോയാൽ 6 അല്ലേ, അപ്പൊ ചെറുത് 6 അല്ലേ. 6 ആണോ 12 ആണോ ചെറുത്? 6 അല്ലേ, അപ്പൊ നമുക്ക് 6 ആണ് എഴുതാം. ഇനി 9x⁻6 1/3√x⁻12 ഇങ്ങനെയല്ലേ വരുന്നത്? ശ്രദ്ധിക്കട്ടാ, 18C6 ഇൻറ്റു 9x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9^6 ഇൻറ്റു x⁻6 ആണ്. ക്ലിയർ അല്ലേ? ഇൻറ്റു 1/312 ഇൻറ്റു x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻1/2 എന്നാണ്. സോറി, √x എന്ന് പറഞ്ഞാൽ x⁻1/2 എന്നാണ്. ⁻12 എന്ന് വരും. ക്ലിയർ അല്ലേ? അതായത് ഇപ്പൊ ഇവിടെ 1/12 എന്ന് പറഞ്ഞാൽ 1, 3^12 x⁻1/2 ക്ലിയർ അല്ലേ? ഇനി ഞാൻ മാറ്റി എഴുതണം, നല്ലോണം ശ്രദ്ധിക്കട്ടോ. 18C6 ഈ 9^6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കട്ടോ, 9^6 എന്നല്ലേ. ഈ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 3² അല്ലേ, 9 3² ആണ്, അപ്പൊ all⁻6 എന്ന് വരും. ക്ലിയർ? 9^6 അപ്പൊ 9 പകരം 3² എന്ന് എഴുതാണ്, അപ്പൊ 3²6 that is equal to 3. അപ്പൊ 3^2 into 6 എന്ന് വരൂലേ, that is 3^12 എന്ന് വരൂലേ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഈ 9^6 പകരം എനിക്ക് എന്ത് എഴുതാം? 3^12 എന്ന് എഴുതാം. ഇനി x⁻6 ഇൻറ്റു 1/3^12 ഇൻറ്റു ഇപ്പൊ ഇവിടെ നോക്കിയേ, x⁻1/2 എന്നാണ്. that is x⁻1/2 into 12 എന്ന് എഴുതാം. that is 2 ഉം 12 ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. that is x⁻6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ x⁻1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻6 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കണ്ടോ, ഈ x⁻6ഉം x⁻6ഉം ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾ ഈ 9^6 ഇങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അത് വാല്യൂ കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും അതങ്ങ് പൊക്കോളും. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം ഇങ്ങനെ. ഓക്കെ, അപ്പൊ 3^12ഉം 3^12ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ അവസാന ആൻസർ എന്തേ ഉണ്ടാവുള്ളൂ? 18C6 മാത്രമേ ആൻസർ ഉണ്ടാവുള്ളൂ. ആ 18C6 മാത്രം കണ്ടുപിടിക്കുക. 18C6 എന്താണ്? 18 × 17 × 16 × 15 × 14 × 13 അല്ലേ? 1 2 3 4 5 6 6 ഇവിടെ 6 ആയതുകൊണ്ട് 6 എഴുതണം. ഓൾ ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4 × 5 × 6 വരെ എഴുതണം. ക്ലിയർ? അപ്പൊ ഇനി ഇത് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തേ. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ 3 × 6 3 6 18 18 അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? ഇനി ഈ 5ഉം 15ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? 3 വരും. ക്ലിയർ അല്ലേ? ഇനി 4ഉം 2 × 4 എന്താണ്? 8 ആണ്. 8ഉം 16ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. ഓക്കെ, അപ്പൊ എല്ലാം ക്യാൻസൽ ചെയ്തില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 17 അവിടെ ഉണ്ട്. 17 × 2 × 3 × 14 × 13 that is equal to 18564. 18564 that is the final answer. 18564. ഓക്കെ, അപ്പൊ ഇവിടെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ജനറൽ ടേം എഴുതി 13ാമത്തെ ടേം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ r ന്റെ വാല്യൂ
12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 9�6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9�6 that is 3 square all raised to 6. അപ്പോൾ 3⁻12 എന്ന് എഴുതാം. that is 3⁻2 into 6 എന്ന് എഴുതാം 12. ഇനി റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻1/2 ആണ്. അതറിയോ? റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻1/2 ആണ്. അപ്പോൾ x⁻1/2 എന്ന് വരൂലേ? അപ്പോൾ 1/2 into 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6x⁻6. അപ്പോൾ ഇവിടെ x⁻6 ഉണ്ട്, ഇവിടെ x⁻6 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3⁻12 ഉണ്ട്, 3⁻12 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ബാക്കി 18 C6 മാത്രമേ വരുള്ളൂ. അതിന്റെ വാല്യൂ കൊണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 18564 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ലിസൺ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3 minus x cube divided by 6 the whole raised to 7. ഓക്കെ, അപ്പോൾ ഇതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ആദ്യം ആദ്യം ജനറൽ ടേം എഴുതാം. TR+1 is equal to NCR A raised to n minus R B raised to R. That is TR+1 is equal to n ന്റെ വാല്യൂ എന്താ? 7 അല്ലേ? അപ്പോൾ 7CR. A ന്റെ സ്ഥാനത്ത് 3 അല്ലേ? അപ്പോൾ 3 raised to 7 minus R. B ന്റെ സ്ഥാനത്ത് -x³ divided by 6 the whole raised to R എന്ന് എഴുതാം. That is TR+1 is equal to ഇത് മൈനസ് ഇവിടെ തുടക്കത്തിൽ എഴുതാം -1 raised to R 7CR 3 raised to 7 minus R. ഓക്കെ, ഇനി x raised to 3R എന്ന് എഴുതാൻ വേണമെങ്കിൽ x raised to 3R divided by 6 raised to R എന്ന് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇതാണ് ജനറൽ ടേം എന്ന് പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ 3 നമുക്ക് തുടക്കത്തിലോട്ട് എഴുതാം. ദാറ്റ് ഈസ് TR+1 is equal to -1 raised to R 3 വേണമെങ്കിൽ 3 raised to R 3 raised to 7 minus R divided by ഈ 6 raised to R ഇവിടെ നിൽക്കട്ടെ. 6 raised to R അത് കോൺസ്റ്റൻസ് അല്ലേ? ഇനി ബാക്കി 7CR x raised to 3R എന്ന് വരും. അപ്പൊ ഇതാണ് ജനറൽ ടേം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളോട് മിഡിൽ ടേം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞ്. അപ്പൊ ഇവിടെ 7 എന്ന് പറയുന്നത് 7 ശരി കേട്ടോ. 7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പർ ആണെങ്കിൽ എത്ര മിഡിൽ ടേം ഉണ്ടാവും? 2 മിഡിൽ ടേം ഉണ്ടാവും. സാധാരണ ഓടാവുമ്പോൾ ഒറ്റ മിഡിൽ ടേം. പക്ഷെ ഇവിടെ n ആണ് നമ്പർ എങ്കിൽ n+1 നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ 7 ഓഡ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, വാല്യൂ ഓഡ് ആണെങ്കിൽ 2 മിഡിൽ ടേം ഉണ്ടാവും. ഏതൊക്കെ മിഡിൽ ടേം? n+1/2 ടേം ആൻഡ് മിഡിൽ ടേം ഈക്വൽ ടു n+1/2 ടേം ആൻഡ് n+1/2 plus 1th ടേം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് അപ്പൊ ആദ്യം എത്രാമത്തെ ടേം ആണ് മിഡിൽ ടേം എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 7 അല്ലേ? അപ്പൊ 7+1/2 ടേം ആൻഡ് അപ്പൊ നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കുക. 7+1/2 ടേം നമ്മൾ എന്ത് ചെയ്താൽ മതിയോ? ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൊന്നും വേണ്ട. ആദ്യം ഫസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. 7+1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4th ടേം. അപ്പൊ നമുക്ക് മനസ്സിലായി 4th ടേം ആൻഡ് 5th ടേം. 4th ടേം ആൻഡ് 5th ടേം. അപ്പൊ ഇത് രണ്ടുമാണ് മിഡിൽ ടേം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും മിഡിൽ ടേം ആണെന്ന് നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാ? ഇവിടെ ജനറൽ ടേം ഉണ്ട്. ഈ ജനറൽ ടേമിന് 4ാമത്തെ 5ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായി 4th ടേമും 5th ടേമും ആണ് മിഡിൽ ടേം എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇനി 4th ടേമും 5th ടേമും കണ്ടുപിടിച്ചാൽ പോരെ? അപ്പൊ ആദ്യം T4 കണ്ടുപിടിക്കട്ടോ. T4 4th ടേം. T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ എഴുതണം. അതായത് -1 raised to 3 3 raised to 7 minus 3 divided by 6 raised to 3 into 7C3 x raised to 3R എന്നല്ലേ? ദാറ്റ് ഈസ് 3 into 3. ഇതാണ് ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 3 എന്ന് പറയുമ്പോൾ -1³ എന്ന് പറയുമ്പോൾ മൈനസ് വരിക, കാരണം ഓഡ് നമ്പർ ആണ്. ഇനി 3 raised to 7 minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 raised to 4 divided by 6³ ക്ലിയർ അല്ലേ? ഇൻറ്റു 7C3 ഇൻറ്റു x raised to 9
Clear? That is equal to, ശ്രദ്ധിക്കട്ടോ, that is equal to minus 3 raised to 4 divided by 6 cube into 7c3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 into 6 into 5 divided by 1 into 2 into 3 into x raised to 9 എന്ന് വരും. That is equal to നമ്മൾ ആ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ചെയ്യാമല്ലോ. ആദ്യം 2ഉം 3ഉം 6 ആണ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി 3 raised to 4 6 ക്യൂബ് ഒക്കെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ ലിസൺ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡെസിമൽ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ആ രീതിയിൽ ഡെസിമൽ വാല്യൂ രീതിയിലല്ലല്ലോ നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മൈനസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു T4 is equal to മൈനസ് 3 raised to 4 ഡിവൈഡഡ് ബൈ, ഇവിടെ ശരിക്കേ ഈ 6നെ നമുക്ക് 2 into 3 എന്ന് എഴുതി കൂടെ, 2 into 3 എന്ന് എഴുതി. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2 cube into 3 cube എന്ന് എഴുതി കൂടെ എഴുതാം. അതായത് 6നെ 2 into 3 the whole cube എന്ന് എഴുതാം. പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2 cube into 3 cube എന്ന് എഴുതാം. ബാക്കി 7 into 5 that is അല്ലേ, 7 into 5 35 എന്ന് വരും. ക്ലിയർ? ഇൻറ്റു എക്സ് റേസ് ടു 9 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഈ 3 ക്യൂബും ഈ 3 raised to 4 3 ക്യൂബും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ 3 എന്നുണ്ടാവും. അപ്പൊ T raised to 4 is equal to മൈനസ് 3 into 35 divided by 2 cube 8 into x raised to 9 എന്ന് വരും. That is T4 is equal to മൈനസ് 3 into 35 എത്ര വരിക, 90ഉം 15ഉം 105 divided by 8 x raised to 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റർ യൂസ് ചെയ്തപ്പോൾ ഡെസിമൽ വാല്യൂ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ദാറ്റ് ഈസ് T4 ഇങ്ങനെ തന്നെ ആൻസർ എഴുതണം കേട്ടോ, ഇങ്ങനെ തന്നെ ആൻസർ എഴുതണം. അപ്പോൾ 105 divided by 8 into x raised to 9 ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് ഫോർത്ത് ടേം. ഇപ്പം മിഡിൽ ടേം ഫോർത്ത് ടേമും ഉണ്ട്, ഫിഫ്ത്ത് ടേമും ഉണ്ട്. ഇപ്പോൾ ഇത് ഫോർത്ത് ടേം ആയിട്ടുള്ളൂ, ഇനി ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫോർത്ത് ടേം എല്ലാവരും എഴുതിയോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഞാൻ ഫിഫ്ത്ത് ടേം എഴുതാൻ പോവാണ് കേട്ടോ. ഇത് അപ്പം ഞാനിത് എറേസ് ചെയ്യാൻ പോവാണ്. ഫോർത്ത് ടേം എഴുതി, ഇനി അടുത്ത ഫിഫ്ത്ത് ടേം എഴുതാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഫിഫ്ത്ത് ടേം എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ. ഫിഫ്ത്ത് ടേം എഴുതാൻ പോവാണ് T5. അപ്പോൾ T5 is equal to മൈനസ് 1 raised to, അപ്പോൾ 5 എന്ന് വരികയാണെങ്കിൽ 4 യൂസ് ചെയ്തിട്ടല്ലേ എഴുതണ്ടേ. അപ്പോൾ മൈനസ് 1 raised to 5 എന്ന് പറയുമ്പോൾ മൈനസ് 1 raised to 4, 3 raised to 7 minus 4 divided by 6 raised to 4 into 7c4 into x raised to 3r that is 3 into 4 ഇങ്ങനെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 raised to 4 ഈവൺ നമ്പർ അല്ലേ, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ 3 raised to ഇവിടെ 7 minus 4 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ഡിവൈഡഡ് ബൈ ഈ 6നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 into 3 എന്ന് എഴുതാം. അപ്പോൾ 2 raised to 4 into 3 raised to 4 എന്ന് എഴുതാം. ക്ലിയർ? ഇൻറ്റു 7c4നെ നമുക്ക് 7c3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇൻറ്റു എക്സ് റേസ് ടു 12 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ 3 ക്യൂബും ഇവിടുന്ന് 3 ക്യൂബും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ 3 ഉണ്ടാവും. അപ്പോൾ 1 divided by 2 raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 അല്ലേ, 16 ഇൻറ്റു 3 എന്ന് വരും. ഇവിടെ 16 into 3 ഇൻറ്റു, ശ്രദ്ധിക്കട്ടോ, 16 into 3 ഇൻറ്റു 7c3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 into 7c3 നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണല്ലേ. 7 into 6 into 5 divided by 1 into 2 into 3 ദാറ്റ് ഈസ് ക്യാൻസൽ ചെയ്യാം. 7 into 5 35 എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ 35 തൊട്ടുമുമ്പ് കണ്ടുപിടിച്ചു, ഇൻറ്റു എക്സ് റേസ് ടു 12 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും? ഇല്ലല്ലോ. 5 കൊണ്ടാണ് 35 ഒന്നെങ്കിൽ 5 കൊണ്ട് 7 കൊണ്ടൊക്കെ ക്യാൻസൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അത് ഇവിടെ പറ്റൂലല്ലോ. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായി? ദാറ്റ് ഈസ് ഈക്വൽ ടു T5 is equal to 1 into 35 divided by 3 into 16 that is 48 into x raised to
12 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. അതാണ് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? നല്ലോണം ശ്രദ്ധിക്കണേ. ലിസൺ. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3 - x³/6 അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ജനറൽ ടേം കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? മിഡിൽ ടേം എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചു. മിഡിൽ ടേം അപ്പം നമുക്ക് കിട്ടി 4ാമത്തെയും 5ാമത്തെയും ടേം ആണ് മിഡിൽ ടേം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് എന്ത് പറയാം? 4ാമത്തെ ടേം നമ്മൾ അതിനകത്ത് T4 കണ്ടുപിടിച്ചു. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് T5 5ാമത്തെ ടേമും 4ാമത്തെ ടേമും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മിഡിൽ ടേംസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x/3 + 9y⁻10. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ജനറൽ ടേം കണ്ടുപിടിക്കാം. ഓക്കെ, എത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മിഡിൽ ടേം എത്രാമത്തെ എന്നല്ല ചോദിച്ചുള്ളത്, മിഡിൽ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ജനറൽ ടേം എഴുതണം ആദ്യം. അപ്പോൾ TR+1 = NCR a⁻n−r b⁻r. ഇതല്ല ഇക്വേഷൻ. അപ്പോൾ ഇവിടെ TR+1 = n-ന്റെ വാല്യൂ എന്താണ്? 10. അപ്പോൾ 10CR. a-ന്റെ വാല്യൂ എന്താ? x/3. അപ്പോൾ x/3 n-r. n-r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 - r. ഇനി ബിന്റെ സ്ഥാനത്ത് 9y ആണ്. അപ്പൊ 9y⁻r എന്നെഴുതാം. ഓക്കെ, അവിടെ അങ്ങനെ നിൽക്കട്ടെ കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. TR+1 = 10CR. ഇതിനെ നമുക്ക് x⁻10−r ഡിവൈഡഡ് ബൈ 3⁻10−r എന്ന് എഴുതാം. ഇൻറ്റു 9⁻r ഇൻറ്റു y⁻r എന്ന് എഴുതാം. എന്നിട്ട് കോൺസ്റ്റൻസിന് മൊത്തം നമുക്ക് തുടക്കത്തിൽ വേണമെങ്കിൽ എഴുതാം. 10CR. ഇവിടെ 9⁻r ഉണ്ട്. അപ്പം 9⁻r ഡിവൈഡഡ് ബൈ 3⁻10−r. അത് തുടക്കത്തിൽ നിൽക്കട്ടെ. ഇൻറ്റു x⁻10−r y⁻r. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് ജനറൽ ടേം ആണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേ, ഇനി മിഡിൽ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം മിഡിൽ ടേം എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ എന്താണ്? n = 10 ആണ്. ഈവൺ ആണ്. ഈവൺ ആണെങ്കിൽ എത്ര മിഡിൽ ടേം ഉണ്ടാവും? ഒറ്റ മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. എത്രാമത്തേതായിരിക്കും? n/2 + 1th ടേം ആയിരിക്കും മിഡിൽ ടേം. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 10/2 + 1th. അതായത് 10/2 എന്ന് പറഞ്ഞാൽ 5 + 1 ദാറ്റ് ഈസ് 6th ടേം ആയിരിക്കും മിഡിൽ ടേം വരിക. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ജനറൽ ടേം ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മിഡിൽ ടേം എന്ന് പറയുന്നത് ഇതിനകത്ത് 6ാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ടേം T6 ആണ്. T6 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? T6 = ഈ ഇക്വേഷനകത്ത് ശ്രദ്ധിക്കട്ടോ. ഈ ഇക്വേഷനകത്ത് T6 ആണെങ്കിൽ ഈ ഇക്വേഷനകത്ത് r-ന് 5 കൊടുക്കണം. ഒന്ന് കുറച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ 10C5 9⁻5 ഡിവൈഡഡ് ബൈ 3⁻10−5 ഇനി x⁻10−5 y⁻5 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10C5 9⁻5 ഡിവൈഡഡ് ബൈ 3⁻5 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇൻറ്റു x⁻5 ഇൻറ്റു y⁻5 എന്ന് വരും. x⁻5 ഇൻറ്റു y⁻5 എന്ന് വരും. ഇനി ശ്രദ്ധിക്കട്ടോ. ഇനി 10C5 എന്ന് പറയുന്നത് എന്താ? ഇനി ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. 10C5 അത് 10C5 കണ്ടുപിടിക്കാം. 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 1 2 3 4 5 അഞ്ചെണ്ണം എഴുതിയില്ലേ? ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 അതാണ് 10C5 ഇൻറ്റു ഈ 9⁻5 ഞാൻ മാറ്റിയതിനെ ശ്രദ്ധിച്ചോ. 9⁻5 എനിക്ക് 9 3² എന്ന് എഴുതിക്കൂടെ? all⁻5 എന്ന് എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. 9 3² എന്ന് എഴുതാം. അപ്പോൾ 3² 5 എന്ന് വരും.
ദാറ്റ് ഈസ് 3 raised to 2 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 raised to 10 എന്ന് എഴുതാം. അപ്പൊ 9 raised to 5 പകരം എനിക്ക് എന്ത് എഴുതാം? 3 raised to 10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 3 raised to 5 ഇൻറ്റു x raised to 5 ഇൻറ്റു y raised to 5 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതിലെ ബാക്കിയുള്ളതൊന്നും നമുക്ക് എഴുതി നോക്കാട്ടോ. അതായത് ഇനി ഇതിനകത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നോക്കാണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കിയാലോ. 2 into 5 നമുക്ക് 10 ആണ് ക്യാൻസൽ ചെയ്യാം. 3 9 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് ബാക്കി 3 വരും. 4 8 ക്യാൻസൽ ചെയ്യാം, ബാക്കി 2 വരും. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാം ഇവിടുന്ന് പോയല്ലോ. ഇനി അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക നോക്കിയേ. ദാറ്റ് ഈസ് T6 is equal to ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 3 into 2 into 7 into 6 ഡിവൈഡഡ് ബൈ ഉണ്ടാവില്ല. ഇനി ഇത് 3 raised to 10 ഡിവൈഡഡ് ബൈ 3 raised to 5 അല്ലേ? 3 raised to 10 ഡിവൈഡ് ബൈ 3 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, 3 raised to 10 ഡിവൈഡഡ് ബൈ 3 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 raised to 10 minus 5 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇൻറ്റു 3 raised to 5 ഇൻറ്റു എക്സ് raised to 5 ഇൻറ്റു y raised to 5 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് 3 raised to 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 3. ദാറ്റ് ഈസ് T6 is equal to 6 1 2 3 6 x raised to 5 y raised to 5. That is the middle term. ഓക്കെ, അപ്പം മിഡിൽ ടേം ഇത് തന്നെയാണ് മിഡിൽ ടേം എന്ന് പറയുന്നത് കേട്ടോ. ഇത് തന്നെയാണ് മിഡിൽ ടേം, കാരണം മിഡിൽ ടേം ആണ് ആറാമത്തെ ടേം, മിഡിൽ ടേം. അപ്പം മിഡിൽ ടേം എന്ന് പറയുന്നത് 61236 x raised to 5 into y raised to 5. That is the final answer. That is the middle term. Okay. Next question എന്ന് പറയുന്നത് the coefficients of the r minus 1th, rth and r plus 1th terms in the expansion of x plus 1 all raised to n are in the ratio 1:3:5. Find n and r. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് the coefficients of r minus 1th ടേമിൻ്റെയും rth ടേമിൻ്റെയും r plus 1th ടേമിൻ്റെയും coefficients are in the ratio 1:3:5. Find n and r. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതേപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ജനറൽ ടേം എഴുതുക. ഓക്കെ, എക്സ് പ്ലസ് 1 ഓൾ റേസ് ടു എന്നിന്റെ ജനറൽ ടേം നമ്മൾ എഴുതുക. അതിൽ നിന്ന് r minus 1th ടേം എഴുതുക. r minus 1th ടേം എഴുതുമ്പോൾ -1, അപ്പോൾ r minus 2 ആണ് r-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇനി rth ടേം എന്ന് പറയുമ്പോൾ r minus 1 ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. ഇനി r plus 1th ടേം എന്ന് പറയുമ്പോൾ r ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? ഈ 3 ടേമും കണ്ടുപിടിക്കുക. ആ 3 ടേമിൻ്റെയും കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക. ക്ലിയർ? ആ 3 ടേമിൻ്റെയും കോഎഫിഷ്യൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3:5 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിന്റെ കോഎഫിഷ്യന്റ്, അതായത് r minus 1th കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ rth കോഎഫിഷ്യന്റ് is equal to 1/3 എന്ന് എഴുതുക. ഒരു ഇക്വേഷൻ അത് ഇങ്ങനെ സോൾവ് ചെയ്യുക. പിന്നെ അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും? rth കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ r plus 1th കോഎഫിഷ്യന്റ് is equal to 3/5 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടും. പിന്നെ അതിങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അതേപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളായിരിക്കും, ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ NCERT-യിലുള്ള എന്താ പറയുക സൊല്യൂഷൻസ് പ്രോബ്ലംസ് എക്സസൈസിലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തുകൊണ്ട് ഞാനിത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഞാനിത് ഇങ്ങനെ ബോർഡിൽ എഴുതി നിങ്ങൾ നോക്കി എഴുതിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിച്ചു. ഒരുപാട് പ്രോബ്ലംസ് ഇനിയും ഉണ്ടാവും. ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് പല ടെക്സ്റ്റ് ബുക്കും പലതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ പലതും ഒപ്പിച്ചിട്ട് നിങ്ങൾ പല കാര്യങ്ങളും പല ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പല പ്രോബ്ലംസും പല എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള പ്രോബ്ലംസ് അങ്ങനെ ചെയ്തു പോകുകയാണെങ്കിൽ തീരൂല, കുറേ പ്രോബ്ലംസ് ഇനിയും ഉണ്ടാവും. ഓക്കെ, പക്ഷേ എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ എന്താണെന്നറിയോ, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. എങ്ങനെയാണ്, ആകെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. a+b(n)ന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? nc0 a⁻n പ്ലസ് nc1 a⁻n-1 b പ്ലസ് nc2 a⁻n-2 b സ്ക്വയർ. എങ്ങനെയാ, nc0 nc1 nc2 nc3 nc4 അങ്ങനെ പോകും കോഎഫിഷ്യൻസ്. പിന്നെ എന്റെ പവറോ a⁻n, അടുത്ത a⁻n-1, അടുത്ത a⁻n-2 ഒന്നിങ്ങനെ കുറച്ച് പോവുക. ഇനി ബിൻ്റെതോ, ആദ്യത്തേതിൽ ബീൻ്റെ ടേം ഉണ്ടാവില്ല, രണ്ടാമത്തേതിൽ ബി ഉണ്ടാവും, മൂന്നാമത്തേതിൽ ബി സ്ക്വയർ ഉണ്ടാവും, അടുത്തിങ്ങനെ ബീൻ്റെ കൂടി പോകും. ആ രീതിയിലാണ് വരുന്നത്, ശരിയല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് 1+x⁻n ഇക്വേഷനാണ്. എന്താ, nc0 പ്ലസ് nc1 x പ്ലസ് nc2 x² പ്ലസ് nc3 x³ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മൈനസ് വരുമ്പോൾ എന്താണ് വ്യത്യാസം, അത് ആൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം സിമ്പിളായിട്ടൊരു കാര്യമല്ലേ പഠിച്ചത്. പിന്നെ അതിനുശേഷം എന്താണ് ജനറൽ ടേം കറക്റ്റായിട്ട് പഠിക്കുക. TR+1 R+1th term is equal to NCR a⁻n-r b⁻r. അതാണ് ജനറൽ ടേം. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഏതാ മിഡിൽ ടേം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഇതിലൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ ടേം ആണ് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ചെയ്യാൻ സിമ്പിളാണ്. പിന്നെ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ, ഇൻഡെക്സിൻ്റെ വാല്യൂ, n-ന്റെ വാല്യൂ ഈവൺ ആണെങ്കിൽ അവിടെ ഒരൊറ്റ മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. അതേതാണ്, n/2 പ്ലസ് 1th ടേം. n/2 പ്ലസ് 1th ടേം ആയിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത്. n/2 പ്ലസ് 1th ടേം ആയിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ എത്രാമത്തെ മിഡിൽ ടേം ആണെന്നുള്ള ഇക്വേഷൻ ആണത്. അത് എത്രയാണ് കിട്ടുന്നത്, ഇപ്പോൾ 5-ആമത്താണെന്നുണ്ടെങ്കിൽ 5 എന്ന് എഴുതാം. 5-ാമത്തെ ടേം നമ്മൾ ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതേപോലെ n-ന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ there will be 2 middle terms. They are n+1/2th term and n+1/2 plus 1th term. അപ്പോൾ അത്രയും ഇക്വേഷൻസ് ആണ്, ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ബാക്കി എന്താ ഉള്ളത്, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ കുറേ എക്സ് ഉണ്ടാവും, x² ഉണ്ടാവും, x³ ഉണ്ടാവും, x⁴ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ x² ഉണ്ടാവും, ഡിവൈഡഡ് ബൈ √x ഉണ്ടാവും, x/3 ഉണ്ടാവും, x/4 ഉണ്ടാവും, 2/x ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും പല തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴും പിന്നെ x⁻a വരും, b വരുമ്പോഴും അതൊക്കെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിലും 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതൊക്കെ എന്താ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ വരുമ്പോൾ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉഷാറാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ പഠിക്കാൻ കുറച്ചേ ഉള്ളൂ, ചെയ്ത് നോക്കുക, ഒരുപാട് പ്രോബ്ലംസ് സിമ്പിളാവും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലും നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ഇപ്പോൾ കഴിഞ്ഞു, ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിലൊക്കെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ കഴിയണം. ഓക്കെ, എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.